അതിനെ ആൾക്കാർ ചിലപ്പോൾ ഓമനായിട്ട് ഫെമിനിസ്റ്റ് എന്ന് വിളിച്ചോട്ടെ, ഫെമിനിസം തന്നെ വിളിച്ചോട്ടെ, അതിന് പ്രശ്നം. ഫെമിനിസം എങ്കിൽ ഫെമിനിസം, അത് അങ്ങനെയെങ്കിൽ അങ്ങനെ, അത് ആണിനും പെണ്ണിനും ആവശ്യമായ കാര്യമാണ്. ഫെമിനിസം ഒരു ഒറ്റ ബിന്ദുവിൽ ഞാൻ കുത്തുകയല്ല. ആണിനും പെണ്ണിനും ഈ പറയുന്ന വിമോചനം ആവശ്യമാണ്. എത്രയോ സ്ഥലങ്ങളിൽ ആണുങ്ങളും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു പുരുഷനെ ഏറ്റവും മനോഹരമായി എഴുതാൻ കഴിയുന്ന സ്ത്രീക്കാണ്, ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായി എഴുതാൻ കഴിയുന്നത് പുരുഷനുമാണ്. എന്നെ ഒരു കൃതി എങ്ങനെയാണ് ത്രസിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷയാണ്. ആ ഭാഷ കൊണ്ട് മാത്രമാണ് എന്നെ ഒരു കൃതി സംതൃപ്തിപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു ബുക്ക് എഴുതാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഭാഷയ്ക്ക് അങ്ങനെ ഒരു മനോഹാരിത കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പെണ്ണിൻ്റെ ദർപ്പണത്തിലാണ് ആണ് കൂടുതൽ ഭംഗിയുള്ളവനാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് അത്. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് കാലത്ത് ഒരു ചെറുകഥയോ നോവലൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് 2, 3 അല്ലെങ്കിൽ 6, 7, 8 ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ചെറുകഥ ഒരാൾ വായിച്ചു ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെന്ന് അറിയപ്പെടുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഒരു ബുക്ക് പൊതുവിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ബുക്ക് ആളുകൾ വായിക്കുന്നു, അതിനെ സ്വീകരിക്കപ്പെടുന്നു, അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ചർച്ച ചെയ്യപ്പെടുന്നു. അതൊരു വലിയ വിശാലതയാണ്. ഈ മൈക്കിനും ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് ജാതിയില്ല, മതമില്ല, എല്ലാവരും സെക്കുലർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കോഴിക്കോട് നിന്ന് വണ്ടി കയറി എൻ്റെ നാട്ടിൽ പോയി ഞാൻ എൻ്റെ വീട്ടിൽ കയറുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിനകത്ത് ജാതി മതം എല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിൽ ജാതിയുണ്ട്, മതമുണ്ട്, ദൈവബിംബങ്ങളുണ്ട്, ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് വായനാലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും സ്വീകാര്യത ലഭിക്കുകയും ചെയ്ത അധ്യാപകനായ വിഷ്ണു അഞ്ചൽ എഴുതിയ നോവലാണ് അവിരാമം. നല്ലൊരു ഭംഗിയുള്ളൊരു പ്രണയം പറയുന്നതിൻ്റെ കൂടെ തന്നെ കുറേ സാമൂഹ്യ പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അവിരാമം പോകുന്നത്. അപ്പോൾ വിഷ്ണു തന്നെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാഴ്ചപ്പാടുകളെ ഭാഷയുടെ കൂട്ടുപിടിച്ച് ഞാൻ അവിരാമത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സദാചാര കണ്ണിൽ നിന്നൊന്നും പൂർണ്ണമായും പുറത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പം ഇങ്ങനെയുള്ളൊരു സദാചാര സമൂഹത്തിൽ നിന്ന് സ്വന്തം കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്ന സമയത്ത് കുറേ സദാചാര ബോധത്തെ ചോദ്യം ചെയ്യുന്ന കാഴ്ചപ്പാടാണ് പറയുന്നത്. അപ്പം ആദ്യ നോവലാണ് അവിരാമം. അപ്പം ആദ്യ നോവലിൽ തന്നെ എങ്ങനെയാണ് ഇത്രയും ഭംഗിയിൽ ഈ കഥ പറയാൻ വേണ്ടി പറ്റിയത്? ആദ്യം നന്ദി, നമസ്കാരം. ആദ്യത്തെ നോവലായിട്ടുള്ള അവിരാമം എന്തുകൊണ്ടാണ് അത്തരമൊരു ടോപ്പിക്കിനെ അഡ്രസ്സ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ച് എഴുതുന്നത്. ഇപ്പോൾ സദാചാരം എന്നൊരു ആശയത്തെ അല്ലെങ്കിൽ അതിനെ പൊളിച്ചെഴുതുക എന്നുള്ള പരിപാടിയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഓരോ മനുഷ്യനും ഓരോ അവസ്ഥയാണ്. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളാണെങ്കിലും അതെല്ലാം ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. അപ്പോൾ അത്തരം വ്യത്യസ്തമായ ഒരു അവസ്ഥയെ എടുത്ത് അത് കുറച്ച് ഭാഷാപരമായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഭാഷയിൽ പണിയെടുക്കുവാൻ ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ലോകത്തുള്ള എല്ലാ മനുഷ്യൻ്റെയും കഥ ഏതാണ്ട് ഒരു കണക്ക് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഈ ആൾക്കാരുടെ പേര് മാറുന്നു എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിക്കുന്നതിനകത്തെ കാര്യം. അതിനകത്ത് ഭാഷാപരമായി നമ്മൾ എന്താണ് പണിയെടുക്കുന്നതാണ് ആ കൃതിയുടെ ഏറ്റവും മനോഹാരിത ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ള ബുക്കുകളാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കുകളാണെങ്കിലും ഇതൊക്കെ ഞാനെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കഥകളാണ് എല്ലാം പറഞ്ഞു പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ കഥ നമുക്ക് ഒട്ടും വിരസമല്ലാതെ കടന്നു പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ ഭാഷയാണ്. ആ ഭാഷ പരുവപ്പെടുത്തി എടുക്കുന്നു. അത് പൂർണ്ണമായിട്ടും വിജയിച്ച മനുഷ്യനൊന്നുമില്ല ഞാൻ, അതിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഭാഷാപരമായി പണിയെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പം എൻ്റെ കാഴ്ചപ്പാടുകളെ എനിക്ക് അവതരിപ്പിക്കണമെങ്കിലുള്ള മീഡിയമാണ് എൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ ലാംഗ്വേജിലേക്ക് എത്തപ്പെടുവാൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായന കൊണ്ടും അത് എഴുതി കഴിഞ്ഞിട്ടുള്ള വീണ്ടുള്ള റീറൈറ്റിംഗ് കൊണ്ടൊക്കെ ഞാൻ അത് ഇങ്ങനെ പരുവപ്പെടുത്തി എടുത്തിയാണ്. ഇപ്പോഴും പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. കാര്യം എന്നെ ഒരു കൃതി എങ്ങനെയാണ് ത്രസിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷയാണ്. ആ ഭാഷ കൊണ്ട് മാത്രമാണ് എന്നെ ഒരു കൃതി സംതൃപ്തിപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു ബുക്ക് എഴുതാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഭാഷയ്ക്ക് അങ്ങനെ ഒരു മനോഹാരിത കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം എന്നെ ഭാഷാപരമായിട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്ലെങ്കിൽ ഭാഷയ്ക്ക് അങ്ങനെ ഒരു വൈവിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബുക്കാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്. മലയാള സാഹിത്യം തന്നെ അതിനുശേഷവും മുൻപ് ശേഷവും എന്ന് പറഞ്ഞാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പം ആ ഭാഷാപരമായ സാധ്യതകളെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിനെ നമ്മുടെ ബുക്കിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അതിലൊരു ഓഡിയൻസിന് എങ്ങനെ അത് വായിക്കുമ്പോൾ അവനെ റിലേറ്റഡ് ആക്കി നിർത്താൻ കഴിയും, അതിലെ ചില മൊമെന്റുകൾ അവൻ്റെ ജീവിതവുമായിട്ട് വളരെ ചേർന്ന് നമ്മൾ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള കുറേ ആശയങ്ങൾ ഈ ബുക്കിനകത്ത് കൊണ്ടുവരും. പിന്നെ ഈ ബുക്കിന്റെ ആത്യന്തികമായിട്ടുള്ളൊരു ഫ്ലോ, അതിൻ്റെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഭദ്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മുൻനിർത്തി അതിൽ നേരത്തെ പറഞ്ഞ ഒരു സദാചാരം മറ്റുള്ളവരുടെ കണ്ണിലേക്ക് കാണുമ്പോൾ അതൊരു സദാചാര പ്രശ്നമായി കാണുന്ന ലെവലിലേക്ക് അതിനെ മൂവ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. ആ കഥയ്ക്ക് ആ രീതിയിലുള്ള ലാംഗ്വേജ് ആവശ്യമായിരുന്നു. ആ കഥ എനിക്ക് അല്ലാത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് പൊളിഞ്ഞു പോകും. കാര്യം അല്ലാത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ലോകത്ത് നടക്കുന്ന കഥയില്ല. അപ്പം അവിടെ
എൻ്റെ വായനക്കാരൻ്റെ കണ്ണിലേക്ക് ഞാൻ അറിയാതൊരു പൊടി ഇടേണ്ട ഒരു ആവശ്യമുണ്ട്. ആ പൊടിയായിട്ട് ഞാൻ കാണുന്നത് എന്ത് തന്നെയാണ്? ഈ ലാംഗ്വേജ് തന്നെയാണ്. ആ ഭാഷയിലൂടെ പോകുമ്പോൾ അവൻ ഈ പറയുന്നവൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു അഴുക്കുണ്ടെങ്കിൽ കൂടി ആ അഴുക്കിനെ ഉയർത്തിക്കൊണ്ട് വരാതെ അവൻ ആ കഥയിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യും. ഭദ്രയുടെ ജീവിതത്തിൻ്റെ ആ ഒരു യാത്രയിലൂടെ അവനെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് പ്രസക്തമായ ഒരു ഭാഷ ആവശ്യമാണ്. അങ്ങനെയാണ് ആ ഭാഷ രൂപീകരിക്കുക എന്നുള്ള പ്രക്രിയയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. അവിരാമം എന്ന കഥ വായിച്ച ഏതൊരാൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീയുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, സ്ത്രീകളുടെ ചിന്തകളെക്കുറിച്ച് വളരെ ഭംഗിയായിട്ടും അതിനോട് വളരെ നീതി പുലർത്തിക്കൊണ്ടാണ് അവിരാമം സംസാരിക്കുന്നത്. പൊതുവെ സ്ത്രീകൾ എഴുതുന്ന കഥകളിലാണ് ഇത്രയും ഭംഗിയിൽ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഒരു മെയിൽ പ്രിവിലേജ്ഡ് സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു പുരുഷനായിട്ടുള്ള വിഷ്ണു ഇത്രയും ഭംഗിയിൽ സ്ത്രീ ചിന്തകളെ പറയാന്ന് പറയുന്നത്, അതിനോട് നീതി കൂടി പുലർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം അത്ര നീതി പുലർത്തിക്കൊണ്ട് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളൊരു കൗതുകമാണ് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയൊരു കൗതുകമാണ്. അതിലെ ഒന്നാമത്തെ കാര്യം, ഈ ഞാനങ്ങനെ ഒരു സ്ത്രീ പുരുഷ ചിന്തകൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ എഴുത്തുകൾ എന്നുള്ള കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം വെച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു പുരുഷനെ ഏറ്റവും മനോഹരമായി എഴുതാൻ കഴിയുന്ന സ്ത്രീക്കാണ്, ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായി എഴുതാൻ കഴിയുന്നത് പുരുഷനുമാണ്. എൻ്റെ അടിയുറച്ച വിശ്വാസമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നിരീക്ഷണങ്ങൾ, ഞാനെന്ന് പറയുന്ന ഒരു ആൺബോധത്തിൻ്റെ നിരീക്ഷണങ്ങൾ പൂർണ്ണമായും അടയാളപ്പെടുന്ന സ്ത്രീകളിലാണ്. എൻ്റെ നിരീക്ഷണം സ്ത്രീകളിലോടാണ്. നേരെ മറിച്ച് തിരിച്ച് അത് നിങ്ങളിനി എതിർത്താൽ തന്നെ പുരുഷനിലേക്കുള്ള നിങ്ങളുടെ കേന്ദ്രീകരണവും ഇതേ രീതി തന്നെയാണ്. അപ്പോൾ ഞാനെന്ന വ്യക്തി ഒരു ആണിനെ എഴുതാൻ ശ്രമിച്ചാൽ, ആണിനെ എഴുതുന്നത് ശ്രമിക്കുന്നല്ല, ആണിനെ ഞാൻ ഈ ഒരു വശം വെച്ച് എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ആണിൻ്റെ ഏതാണ്ട് 80% ശേഷങ്ങൾ എന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ആ ആണിനെ ബിൽഡ് ചെയ്യുന്ന ആ ഒരു ബിംബത്തെ ഞാൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പം അതിൻ്റെ 80% വിഷ്ണു എന്ന് പറയുന്ന ഈ 34 വയസ്സിൽ ജീവിച്ച ആ ബിംബത്തെ ആയിരിക്കും ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പതിച്ച്. അപ്പോൾ ഞാനായിരിക്കും ആകും. പക്ഷെ ഞാനൊരു സ്ത്രീയെ എഴുതാൻ ശ്രമിക്കുമ്പം ഞാൻ കണ്ട അനേകം സ്ത്രീകൾ വരും. അതിലിപ്പോൾ എൻ്റെ അമ്മയാവാം, ചിലപ്പോൾ ഭാര്യയാവാം, കാമുകിയാകാം, അല്ലെങ്കിൽ എന്നെ പഠിച്ച അധ്യാപികരാവാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ സ്ത്രീയുടെ ഇപ്പം ഞാൻ അതിനകത്ത് കിട്ടിയിട്ടുള്ള എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം, ഒരു എന്താ പറയുക, ഒരു ഏറ്റവും നന്നായിട്ട് ലഭിച്ച അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീയെ മനോഹരമായിട്ട് അതിൽ ഭദ്രയുടെ വികാരങ്ങളെ മനോഹരമായിട്ട് എഴുതാൻ കഴിഞ്ഞു എന്ന് പറയുമ്പം അതിനകത്തുള്ള പല മുഹൂർത്തങ്ങളും ഞാൻ പല ഇടങ്ങളിലായി കണ്ടുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു നിരീക്ഷിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ വല്ലാണ്ട് വിശ്വസിക്കുന്ന മനുഷ്യൻ കൂടിയാണ്. കാര്യം എൻ്റെ യാത്രകളിലാണെങ്കിലും ഞാൻ വായിക്കുന്ന ബുക്കുകളിലാണെങ്കിലും ഈ കഥാപാത്രങ്ങളെ തേടിപ്പോകുന്നൊരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അമ്മയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയാണ് എനിക്ക് ലഭിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അമ്മ അങ്ങനെ വലിയ വിദ്യാഭ്യാസ സമ്പന്നയൊന്നും അല്ലായിരുന്നു. അമ്മ എനിക്ക് തോന്നുന്നു എൻ്റെ 7-8 വരെയാണ്ട് അമ്മ പഠിച്ചിട്ട്. പക്ഷെ അമ്മ മനോഹരമായി സ്റ്റോറി ടെൽ ചെയ്യുമായിരുന്നു. കാര്യം എൻ്റെ വീട്ടിൽ വലിയ സുന്ദരമായ ഋതം ഫോർമേറ്റ് ചെയ്യപ്പെട്ടൊരു വീടാണ് എൻ്റെ. കാര്യം എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതും കണ്ടിട്ടില്ല. അമ്മയും അച്ഛൻ എപ്പോഴും ഡോ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം അച്ഛൻ വളരെ നേർത്തൊരു മനുഷ്യനും അമ്മ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ത്രീയുമാണ്. പക്ഷെ അമ്മ വളരെ രസകരമായിട്ട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഈ കഥകൾ പറയുക എന്ന് പറയുമ്പോൾ അമ്മ പറയുന്ന ഒരു കഥകളിനകത്തും നിരാലംബകളായ സ്ത്രീകളില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരാലംബരായ ഒരു സ്ത്രീകളെ അമ്മ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അമ്മയുടെ അമ്മ നന്നായിട്ട് രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അതിനകത്ത് അമ്മ എനിക്ക് ദ്രൗപദി എന്നൊരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത രീതിയുണ്ട്. ദ്രൗപദി എന്ന് പറയുന്ന ക്യാരക്ടറിനെ പലപ്പോഴും നമ്മൾ ഈ മുടിയഴിച്ചിട്ട് പ്രതികാരം തീർക്കും എന്നൊക്കെ പറയുന്ന എലമെന്റ് വരുന്ന കുറേ ബലഹീനതകളും പരാധീനതകളും ഉള്ള, പക്ഷെ അമ്മ പറയുന്ന പെൺകഥകൾക്കെല്ലാം ഭയങ്കര ഒരു ക്ലാരിറ്റി ആയിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര പവർഫുള്ളായ ലേഡിയായിരുന്നു. ഭയങ്കര പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ അച്ഛൻ്റെ ഇടയ്ക്കൊന്ന് കിടപ്പായ സമയത്ത് ഒരു വീടിനെ പൂർണ്ണമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന സ്ത്രീയാണ് എൻ്റെ അമ്മ. അപ്പം അമ്മയുടെ ആ ഒരു കരുത്ത് എപ്പോഴും എൻ്റെ കൂട്ടുകാരോടും അല്ലെങ്കിൽ എന്നോട് സഹവസിക്കുന്ന സ്ത്രീകളൊക്കെ എനിക്ക് കരയുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരഞ്ഞ് കാണുമ്പം എനിക്ക് അവരോട് ഒരു ഇഷ്ടക്കേടുണ്ടാവും. കാര്യം അവർക്ക് എപ്പോഴും പൊട്ടൻഷ്യൽ ലെവൽ ഉണ്ടാകും. കാരണം ഞാനത് എഴുതിയിട്ടുണ്ട്. ഒരു സ്ത്രീ പ്രണയിക്കുന്നതൊക്കെ പുരുഷന് പ്രണയിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രണയത്തിലൂടെയാണ് പുരുഷൻ ഒരു കാമുകനെങ്കിലും ആയി മാറുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെങ്കിലും ആയി മാറുന്നത്. കാരണം സ്ത്രീക്ക് മാത്രമേ അങ്ങനെ ഒരു കഴിവുള്ളൂ എന്ന് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നുണ്ട്. കാര്യം അവർ ആ ഒരു പവറിന് മുന്നിലൊന്നും നമുക്ക് നമ്മുടെ ആണധികാരം ആൺബിംബത്തിനൊന്നും വലിയ വിലയും പ്രസക്തിയൊന്നും ഇല്ലെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ആണുങ്ങൾ മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനൊരു ബിംബം നമുക്ക് ഒരു ദർപ്പണം ആവശ്യമാണ്. അല്ലെങ്കിൽ പെണ്ണിന്റെ ദർപ്പണത്തിലാണ് ആണ് കൂടുതൽ ഭംഗിയുള്ളവനാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് അത്. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഈ ഒരു പെണ്ണെഴുത്ത് അല്ലെങ്കിൽ പെണ്ണെഴുത്ത് എന്നുള്ള വാക്യം പിൻവലിക്കുന്നു. ഈ പെണ്ണിനെ കുറിച്ചുള്ള ഒരു ആണിൻ്റെ എഴുത്ത്
പെണ്ണിനെ കുറിച്ചുള്ള ഒരു ആൺബോധത്തിൻ്റെ എഴുത്തെന്ന് പറയുമ്പം ഞാൻ കണ്ട സ്ത്രീകളുടെ ഒരു കൊളാഷാണ് ഭദ്ര എന്ന് പറയുന്നത്. അപ്പം ഞാൻ കണ്ട അനവധികളായ സ്ത്രീകളുടെ കൊളാഷാണ്. അതിനകത്ത് എന്നെ സ്വാധീനിച്ച, എനിക്ക് വൈരാഗ്യം തോന്നിയ, എനിക്ക് ഇഷ്ടക്കേട് തോന്നി, എനിക്ക് പ്രണയം തോന്നി, അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ പല ബിംബങ്ങളെ കൊണ്ടുവന്ന് ഞാൻ പകർത്തി വലിയ കൊളാഷായിട്ട് ഞാൻ ഭദ്രയെ കാണുന്നുണ്ട്. ഭദ്രയെ അങ്ങനെ ഒരു സ്ഥലത്തും കൊണ്ടുപോയി എനിക്ക് അങ്ങനെ ഉടച്ച് കളയണം എന്ന് തോന്നിയിട്ടില്ല. ഭദ്രയെ ഞാൻ നോക്കിക്കാണുന്നത് ഞാൻ കണ്ട അനേകം സ്ത്രീകളുടെ സുന്ദരമായ രൂപമായിട്ട് തന്നെയാണ് ഭദ്രയെ കാണുന്നത്. അപ്പം ഈ എല്ലാ സംഭവവും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു ഭദ്ര അങ്ങനെ നിരാലംബ ആവേണ്ടെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികളെല്ലാം തന്നെ വളരെ പൊട്ടൻഷ്യലുള്ള, എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെക്കാൾ നല്ല പൊട്ടൻഷ്യലോട് കൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് സ്ത്രീ സമൂഹം എന്ന് പറയുന്നത്. അപ്പം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന കാര്യം, ഈ ഇടയ്ക്കൊരു ഒരാളുടെ ഒരു റിവ്യൂ ഞാൻ വായിക്കുകയുടെ, ആ റിവ്യൂവിനകത്ത് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ആൺ പരകായ പ്രവേശനം നടത്തി സ്ത്രീയിലേക്ക് എത്തപ്പെടുകയും ആ സ്ത്രീ എഴുതുന്ന കണക്കാണ് അഭിരാമം അവസാനിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായി. കാര്യം ഒരു സ്ത്രീയുടെ വൈകാരികതയെ എനിക്ക് ആ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ ഞാൻ കണ്ട അനേകം സ്ത്രീകളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഒരുപാട് സ്ത്രീകളോട് കടപ്പെട്ടിരിക്കുന്നു. കാര്യം ആ സ്ത്രീകളെല്ലാം എന്നിൽ ചെലുത്തിയ സ്വാധീനം തന്നെയാണ്. കാര്യം എൻ്റെ ജീവിത വഴിയിൽ ധാരാളമായ സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ അടയാളപ്പെടുത്തി പോയിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ അടയാളപ്പെടുത്തി, അത് അമ്മയും ഭാര്യയും കാമുകയും എല്ലാം തന്നെ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ അത് വലിയൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുന്നു. അതാണ് എൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള മറുപടി എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും സ്വാധീനിച്ചത് അപ്പം അമ്മ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മുന്നത്തേക്കാൾ കൂടുതലായിട്ട് ഇപ്പം വായനാ ലോകത്തെ അങ്ങോട്ടേക്ക് സ്വീകരിച്ചിരിക്കുന്നൊരു സമയമാണ്. ഒരുപാട് ചർച്ചകളും പുസ്തക ചർച്ചകളാണെങ്കിലും ഒരു പ്രചാരണം കിട്ടുന്നുണ്ടല്ലോ പുസ്തകത്തിന്. അപ്പം അതേസമയം മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ സജീവമല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരുടെ പുതിയ പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തുന്നില്ല. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ സജീവമല്ലാത്തത് കൊണ്ട്, അങ്ങനെ ആയത് മാത്രമേ എത്തുന്നുള്ളൂ എന്നുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും ചർച്ചകളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ഇപ്പം ആക്റ്റീവാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. അപ്പം ഇങ്ങനെയുള്ള ഈ വിമർശനങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇല്ല, ഇത് നമ്മൾ ഈ കാലത്തിനൊത്ത് നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ കാലത്ത് ഞാൻ താളിയോലയിലെ കാര്യങ്ങൾ വായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്നെ ഏറ്റവും കൂടുതൽ അരോചകപ്പെടുത്തുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ഒന്ന് വായന മരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തത് ഈ പുസ്തകത്തിൻ്റെ മണം ആസ്വദിച്ചാലേ വായനയാകൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അരോചകപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ നല്ല എഴുത്തുകൾ മരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. കാര്യം നമ്മൾ ഓർത്ത് നോക്കിയാൽ അത് നമ്മുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സമപ്രായക്കാരെന്ന നിലയിൽ നിൽക്കുന്നത്, നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് സമയത്ത് വായനശാല എത്ര പേര് പോകുമായിരുന്നു ഓർമ്മയുണ്ടോ? വിരളമായ ആൾക്കാരാണ് പോകുന്നത്. പണ്ട് കാലത്ത് മനുഷ്യൻ്റെ ഏറ്റവും എനിക്ക് തോന്നുന്ന പണ്ട് കാലത്ത് ഒരു കുടുംബത്തിൽ ഒരു അച്ഛൻ, അമ്മ, 2-3 കുട്ടികൾ കാണും. അവരവരുടെ ജീവിതത്തിൻ്റെ ഓട്ടത്തിലായിരിക്കും, വലിയ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നും ഈ ഒരു അപ്രമാദിത്യമുള്ളൊരു കുടുംബത്തിലെ ആളുകളാണ് ഇവിടെ പോകാറുള്ളത്, ലൈബ്രറി പോകാറുള്ളത്. മറ്റുള്ളവർ വൈകുന്നേരത്ത് അവനവൻ്റെ അന്തിക്ക് അത്താഴം ഉണ്ടാക്കുന്ന പ്രാളത്തിലാണ്. ആ മനുഷ്യന്മാർ പത്രം വായിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന നോവലുകളോ ചെറുകഥകളോ കവിതകളോ ഒന്നും വായിക്കുന്നില്ല. പക്ഷെ ആ ഒരു കൂട്ടായ്മയിൽ ചിലപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെട്ടേക്കുന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പം ഈ ആധുനിക കാലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ പുസ്തകം വായിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവൻ്റെതൊന്നും സ്വന്തം എന്ന് പറയാൻ 5-6 ബുക്ക് അവൻ്റെ ഉറപ്പായിട്ടും കാണും. പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ വായന, എഴുത്ത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവതരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. സക്രിയ പറഞ്ഞൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് പണ്ട് കാലത്ത് ഒരു ചെറുകഥയോ നോവലൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് 2-3 അല്ലെങ്കിൽ 6, 7, 8 ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ചെറുകഥ ഒരാൾ വായിച്ചു ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് അറിയപ്പെടുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഒരു ബുക്ക് പൊതുവിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ബുക്ക് ആളുകൾ വായിക്കുന്നു, അതിനെ സ്വീകരിക്കപ്പെടുന്നു, അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ചർച്ച ചെയ്യപ്പെടുന്നു. അതൊരു വലിയ വിശാലതയാണ്. പിന്നെ ഈ പ്ലാറ്റ്ഫോം ലെവലിലേക്ക് എത്തപ്പെടാത്ത ആളുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ചിലർ പറയും ഞങ്ങൾ വളരെ സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഞങ്ങൾ ഇതൊക്കെ വായിച്ചിട്ട് ഞങ്ങൾ ഈ പോസ്റ്റ് തരം കാണിക്കാൻ നിൽക്കത്തില്ല, ഞങ്ങളിങ്ങനെ വന്ന്, അത് അവരുടെ പിന്തിരിപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ സൈക്കോളജിക്കകത്ത് ബുദ്ധിയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു വ്യക്തിയുടെ പ്രകടനത്തിലൂടെ മാത്രം വിലയിരുത്താൻ കഴിയുന്ന ഒന്നാണ് അവൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. പ്രകടിപ്പിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് ബുദ്ധി ഉണ്ടോ എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അവൻ്റെ ആക്ടിവിറ്റിയാണ് ആ ബുദ്ധിയുമായിട്ട് അഡ്രസ് ചെയ്യുന്നത്. നമ്മളൊരു ബുക്ക് വായിച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കണം. നോക്കുക, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം നിലവിൽ ഈ 2024 എഴുത്തുകാരെക്കാൾ കൂടുതൽ നിരൂപകരുള്ള സമയമാണ്. കാര്യം നമ്മൾ സ്വന്തമായിട്ടൊരു 160 രൂപയ്ക്ക് ഇപ്പം അഭിരാമം ബുക്ക് വായിച്ചു. ആ ബുക്ക് വാങ്ങുന്ന ആൾ സോഷ്യൽ മീഡിയയിൽ പോയി അതൊരു അഭിപ്രായം, അത് നിരൂപണമായിട്ട് തന്നെ കാണണം.
അത് നിരൂപണ സാഹിത്യം ഇടയ്ക്ക് ഞാനൊരു സ്ഥലത്തൊരു സംസാരത്തിൽ പോയ സമയത്ത് പറഞ്ഞാണ് നിരൂപണ സാഹിത്യം നശിച്ചു, സാഹിത്യ വാരഫലമൊക്കെ ഉള്ള സമയത്തായിരുന്നു. സാഹിത്യ വാരഫലം ഉള്ള സമയത്ത് അതിന് സാധ്യത ഉണ്ടായിരുന്നു. 2024 സാഹിത്യ വാരഫലം പോലെ തന്നെ ആളുകൾ ബുക്ക് വായിക്കുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഒന്നും എത്തപ്പെടാതെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഇത് നടക്കുന്ന പരിപാടി അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതാത് കാലത്ത് ഓരോ കാര്യത്തിനെയും അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ വായനയിൽ മാത്രമല്ല ഇത് നടക്കുന്നത്, സമൂലമായ എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പം ഈ പറയുന്ന അധ്യാപക വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം പണ്ട് കാലത്ത് ഞാൻ ബി എഡ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചാർട്ടും മറ്റു കാര്യങ്ങളും, ഇപ്പം നിങ്ങൾ മറ്റേ ICSE ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നും പറഞ്ഞിട്ട് പണ്ടത്തെ ആ പുരാതനയിലേക്ക് നിങ്ങളിപ്പം താല്പര്യപ്പെടും. ഇത് നവീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പരിപാടികൾ കുറവായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഓരോ സമയത്തും അതിൻ്റെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇടയ്ക്ക് ഉള്ളൊരു പ്രധാനപ്പെട്ട വാദഗതി ഞാൻ കേട്ടു. എനിക്ക് ഭയങ്കര കൗതുകം തോന്നുന്നൊരു വാദഗതിയാണ്. അതായത് ആളുകൾ പുസ്തകം വായിക്കുന്നില്ല, അതായത് ബുക്ക് വായിക്കുന്നില്ല എന്നൊരു വാദഗതി. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര അതിശയം ഉണ്ടാക്കി. കാര്യം ബുക്ക് വായിക്കപ്പെടുന്നുണ്ട്, ബുക്കിന് എല്ലാ കാലത്തും അതിൻ്റെ ഒരു മാർക്കറ്റ് ലെവലുണ്ട്. ക്വാളിറ്റി ബുക്കാണെങ്കിൽ ആ ബുക്ക് മാർക്കറ്റ് ചെയ്യപ്പെടും. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാൻ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, എനിക്ക് തലവേദന ഉള്ളൊരു മനുഷ്യനാണെന്നിരിക്കും, ഞാൻ ചിലപ്പം ഈ പറയുന്ന മറ്റൊരു ഓഡിയോ പ്ലാറ്റ്ഫോം ആയിരിക്കും ഉപയോഗിക്കപ്പെടുന്നത്. മനുഷ്യന്റെ വായന ആരംഭിക്കുന്ന കേൾവിയിലൂടെയാണ്. കേൾവിയിലൂടെ ആരംഭിച്ചു. ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യം ലിപിയില്ലായിരുന്നു. അപ്പം ലാംഗ്വേജിലൂടെയാണ് ഇങ്ങനെ പറഞ്ഞാണ് ഈ സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് ചെറിയ കൊത്ത് ചിത്രങ്ങളായി മാറി. ചിത്രങ്ങളും കണ്ട് ശീലിക്കുകയായിരുന്നു. പിന്നെ റേഡിയോയൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ചടി മാധ്യമങ്ങളൊക്കെ കുറച്ച് സജീവമായി. ബ്രിട്ടീഷർ നമ്മളീ പറയുന്നതൊക്കെ നമ്മൾക്ക് എന്തോ ഭയങ്കര പൗരാണികപരമായിട്ടുള്ള പാരമ്പര്യം പേറുന്ന ആളുകളാണ്. അങ്ങനൊന്നും അല്ല. നമ്മൾ കാലത്തിനനുസരിച്ച് അതിൻ്റെ മോഡിലേക്ക് മാറുമെന്നോ അല്ലെങ്കിൽ എഴുത്തുകാർക്ക് വലിയ അപകടം സംഭവിക്കും. അതിലേക്ക് വരാത്ത എഴുത്തുകാർക്ക് വലിയ അപകടം സംഭവിക്കും. കാര്യം എന്താണ് ഓഡിയൻസിന് ആവശ്യമല്ല, അവരുടെ അഭിപ്രായം നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം അതറിയണമെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിങ്ങനെ മാറ്റി നിർത്താൻ കഴിയും. അതിങ്ങനെ പക്ഷേ മാറ്റി നിർത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗമുണ്ട്. ചില സ്ഥലങ്ങളിൽ അതിനൊരു അതൊരു തമാശയായിട്ട് ഞാൻ പറയാം. അതായത് എൻ്റെ ഒരു സുഹൃത്ത് വീട് പണിഞ്ഞു, പാലുകാച്ചൻ്റെ സമയമായി. ഇപ്പം എന്നെ അവിടെ വിളിച്ചിട്ട് പറഞ്ഞിടാ ബുക്സ് കിട്ടുന്ന വില കുറഞ്ഞ് ബുക്ക് കിട്ടുന്ന കടകൾ ഉണ്ടെന്ന്. ഇപ്പം ഞാൻ ഇപ്പം ഞങ്ങൾക്ക് സമീപ സ്ഥലമാണ് ട്രിവാൻഡ്രം പാളയത്തൊരു പുസ്തക ഇതുണ്ട്, ഒരു ഓരമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ നിനക്ക് ഇപ്പം ഇംഗ്ലീഷ് ടെക്സ്റ്റുകളൊക്കെ മിക്സ് ചെയ്ത് വേണം. അപ്പം ഞാൻ പറഞ്ഞ അവിടെ അത്യാവശ്യം ബുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അക്കാഡമിക് കാര്യങ്ങൾക്ക് എന്തോ ആണ് ബുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവള് ബുക്ക് വാങ്ങി വെച്ചത് ഷെൽഫിലാണ്. അതായത് അവളുടെ വീടിൻ്റെ ഒരു അലങ്കാര വസ്തുവായിട്ട് വീട്ടിൽ പുസ്തകം ഉള്ളത് എന്തോ വലിയ പ്രിവിലേജ് ആണെന്ന് കാണിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ബുക്കിൻ്റെ ആ ഒരു സാധ്യതയുണ്ട്. കാര്യം പണ്ട് കാലത്ത് നമ്മൾ ആൻറ്റിക് പീസ് വാങ്ങിച്ചു വെക്കുന്ന ബുക്കുകൾ നമ്മുടെ ഷെൽഫിൽ ഇരുന്ന് നമുക്ക് എന്തോ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ക്രിയേറ്റ് ആവും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടതിൻ്റെ കാര്യം എന്താണ്? ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണ്. ബുക്കുകൾ എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയ ഒരു എലമെന്റ് ആണെന്നും നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. വായിക്കുന്ന ഒരാൾ അവൻ സമൂഹത്തിൽ മറ്റെന്തോ ആദരിക്കപ്പെടുന്ന എലമെന്റായി മാറും എന്നുള്ളൊരു പൊതുബോധ്യം ഉണ്ടാക്കിയതും ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പം വീട്ടിൽ ബുക്കിനൊരു ഷെൽഫ് ഉണ്ടാക്കുന്നു, അത് അലങ്കരിച്ച് വെക്കുന്നു, അതിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നു. ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു സാമൂഹ്യപരമായിട്ടുള്ളൊരു ഉന്നമനം നൽകുന്നതോടൊപ്പം തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് കാണുകയും അതിൽ ആത്യന്തികമായി നിലനിൽക്കുകയും അതിനാവശ്യമായിട്ടുള്ള വളം കൊടുക്കുകയും അതിന് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. അവരെയൊക്കെ എഴുത്തുകാരൻ നിലയിൽ ഞാൻ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു ഇടം തന്നെയാണ്. അവിരാമത്തിലൊരു ഭാഗത്തില് കോടതിയിൽ വെച്ചിട്ട് അമ്മേനോട് ചോദിക്കുന്നുണ്ട്, മകളുടെ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? അപ്പോൾ അറിയായിരുന്നു. നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ എതിർത്തിരുന്നു. അപ്പം നിങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നില്ലേ, എന്നിട്ട് മകളുടേത് എന്താണ് എതിർത്തേ? ഞാനും വിശ്വേട്ടനും ഒരേ സമുദായക്കാരായിരുന്നു. അപ്പോൾ ജാതി എന്ന് പറയുന്ന ആ ഒരു വേഷം നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ഇപ്പോഴും ഉണ്ടോ? അതൊക്കെ പണ്ടല്ലേ, ഇപ്പോഴാരാ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അവർക്ക് അതിശയമാണ് ജാതി എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇപ്പോഴും ആ ഒരു വിഷം നമ്മൾ ഉൾപ്പെടെ എല്ലാവരിലും ഇങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ ഒരു ജാതി എന്ന് പറയുന്ന വിഷത്തെ അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോചനം അടുത്തെങ്ങാനും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ മരിച്ചാലും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എൻ്റെ മരണം, എനിക്കൊരു വാർദ്ധക്യം സംഭവിച്ച് ഞാൻ മരണം അടഞ്ഞാലും അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കിടക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം ജാതിയെ പൂർണ്ണമായിട്ട് നമുക്ക് തുടച്ചു വയ്ക്കാനേ പറ്റത്തില്ല. ജാതീയ സങ്കല്പങ്ങളെ ഒരു കാലത്തും നമുക്ക് തുടച്ചു വയ്ക്കത്തില്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ മൈക്കിനും ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് ജാതിയില്ല, മതമില്ല, എല്ലാവരും സെക്കുലർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കോഴിക്കോട് നിന്ന് വണ്ടി കയറി എൻ്റെ നാട്ടിൽ പോയി ഞാൻ എൻ്റെ വീട്ടിൽ കയറുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിനകത്ത് ജാതി മതം എല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിൽ ജാതിയുണ്ട്, മതമുണ്ട്, ദൈവബിംബങ്ങളുണ്ട്, ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്.
പക്ഷേ നമ്മൾ കേരളത്തിലായതുകൊണ്ട് നമ്മൾ കുറച്ച് സേഫാണ്, ചെറിയൊരു ശതമാനം സേഫാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നവോത്ഥാനത്തിൻ്റെ മെയിൻ ബോഡിയുണ്ട്. കാര്യം നമുക്ക് ഈ നവോത്ഥാന നായകരൊക്കെ നൽകിയിട്ട് പോയിട്ടുള്ള കുറേ കാര്യമുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് എനിക്കിത് അടയാളപ്പെടുത്തണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. കാര്യം നമ്മുടെ നാട്ടിൽ ഈ ജാതി മതം എന്നൊരു വ്യവസ്ഥ വെച്ചിട്ട് ഒരുപാട് കളിക്കുന്നുണ്ട്. കാര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ടാണ് പോകുന്നത്. ടെക്നോളജിയുടെ കാര്യത്തിൽ മുന്നോട്ട്, അക്കാഡമിക് കാര്യങ്ങളിൽ മുന്നോട്ട്, എല്ലാത്തിലും മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ആ കിടന്നിടത്ത് തന്നെ കിടക്കുന്ന സാധനമാണ് ജാതീയ ബോധം എന്ന് പറയുന്ന സാധനം. കിടന്നിടത്ത് തന്നെ കിടക്കുകയാണ്, അവിടെ തന്നെ കിടന്നിട്ട് പോകുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്കത് ഒരു പരിധി, ഞാൻ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട്, ജാതി ചില വ്യക്തികളൊക്കെ ജാതിയുടെ ഈ പേരിൻ്റെ കൂടെയുള്ള ജാതിവാലുകൾ മുറിച്ച് കളയുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ സെക്കുലറാണ്, അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര പരിപാടിയാണെന്നൊക്കെ പറയാൻ വേണ്ടി ജാതി വാല് മുറിച്ച് കളയും. അങ്ങനെ മുറിച്ച് കളയല്ല, ജാതി അനുഷ്ഠിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അങ്ങനെ നമുക്ക് സാധിക്കത്തില്ല, ഒരിക്കലും സാധിക്കാത്ത പരിപാടിയാണ് ജാതി ഇല്ലാത്തൊരു അന്തരീക്ഷം എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഇനി എത്രയൊക്കെ ജാതിയില്ല, എത്രയൊക്കെ മതമില്ല, നമ്മളൊക്കെ എത്ര ഭയങ്കര കിടിലങ്ങളാണെന്ന് പറഞ്ഞാൽ, എൻ്റെ മോളെ ഒരു നായാടി വന്നിട്ട് വിഷ്ണുമാഷിൻ്റെ മോളെ കെട്ടിരുന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തുടങ്ങും എൻ്റെ ജാതീയ ബോധം, എൻ്റെ ആ പരിപാടി. അതിനെ മയപ്പെടുത്തി കൊണ്ടുവരാൻ പോലും പറ്റത്തില്ല. ഇപ്പം അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വളരെ വിഷമത്തോടെ കാണുന്ന, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ക്ലാസ് മുറിയിൽ ഞാൻ ഒരുപക്ഷെ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ ഒരു ദുസ്വപ്നം എൻ്റെ മനസ്സിൽ ഇപ്പോഴും വേട്ടയാടപ്പെടുന്നു. അത് സമീപകാലത്ത് സംഭവിക്കരുതേ എന്ന് ഞാൻ വല്ലാണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ മതത്തിലേക്കും ജാതിയിലേക്കുമുള്ള ഒരു നിരീക്ഷണം നമ്മുടെ സമയത്ത് വരും. കാര്യം കേരളത്തിന് അത് വിദൂരമൊന്നുമല്ല. നമ്മൾ ഈ മറ്റേ നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഈ പറയുന്ന ഒരു ബഹുമാനക്കുറയൊക്കെ കണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇത് വരുന്നില്ല എന്ന് ഓർത്ത് നമ്മൾ ശാന്തരായി ഇരിക്കാനേ പാടില്ല. കാര്യം ഇതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്, ജാതീയ ബോധം അത് ശക്തമായിട്ടുണ്ട്. അതായത് ഭദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിനകത്ത് അവർ ഭദ്ര എന്നെ വിചാരണ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ 2 ജാതി എന്നുള്ളതൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ജാതീയ ബോധത്തെ വെച്ചുകൊണ്ടാണ് കുട്ടികളെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഹറാസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മുടെ സമീപകാലത്ത് നമ്മുടെ മിനിസ്റ്റർ ഒരു വാക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ക്രയവിക്രയങ്ങളിൽ നിന്ന് ഒഴിവാക്കിയായിരുന്നു, കോളനി എന്ന വാക്ക് പരിപൂർണമായിട്ട് നമ്മുടെ ആ വാക്കുകൊണ്ട് മുറിപ്പെട്ട എത്ര മനുഷ്യ ഈ ലോകത്തുണ്ടെന്ന് അറിയാം. എത്രയോ മനുഷ്യന്മാർ, അതായത് ആ വാക്കിനാൽ മുറിപ്പെട്ടു പോയ, അവിടെ താമസിച്ചു എന്ന ഒറ്റ കാരണത്താൽ പാർശ്വവൽക്കരിക്കപ്പോയ ഒരു കൂട്ട സമൂഹമുണ്ട്. അങ്ങനെ നമുക്കിതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സാധനമൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു കളിയാണ്. അത് സോഷ്യൽ മീഡിയ കുറച്ച് കൂടുതലുമാണ്. കാര്യം ഈ നന്നായി മേക്കപ്പ് ചെയ്ത് നന്നായി ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും കിടിലം. അത് ഒരു സാധാരണപ്പെട്ടവൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനിടയിൽ വരുന്ന കമന്റുകളായിക്കൊള്ളട്ടെ, അങ്ങനെ എനിക്ക് ഭയങ്കര എന്നാൽ വളരെ നമ്മുടെ സമയത്തെ, നമ്മുടെ മനസ്സിനെയും ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്ന എലമെന്റും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ചിലരെയൊക്കെ നമ്മൾ ചില രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില കാഴ്ചയുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ഭയങ്കര വൾഗർ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്തരം രസംകുല്യ തമാശകൾക്ക് വിധേയനായ വ്യക്തിയാണ്. കാര്യം ഞാൻ വളരെ ഇപ്പോഴും ഇതിനേക്കാളും വലിയ മനുഷ്യനായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ വണ്ണത്തിന്റെ പേരിൽ, എൻ്റെ രൂപത്തിന്റെ പേരിൽ, എൻ്റെ മുടിയുടെ പേരിൽ, ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ആ രീതിയിൽ അപഹസിക്കപ്പെട്ടിട്ടുണ്ട്. ആ അപഹാസം ഇപ്പം കുറച്ചുകൂടെ വിശാലമായി തുടർന്നിട്ടുണ്ട്. അപ്പം ആ വിശാലമായി തുടരുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളും ഈ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കണം. അത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. നമുക്കതങ്ങനെ വലിയതായിട്ട് തുടച്ചു വയ്ക്കാനൊന്നും പറ്റത്തില്ല. അത് നമുക്ക് പിന്നെ കുറച്ചൊക്കെ നമുക്കതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് അതിൻ്റെ വീര്യം കുറയ്ക്കാമെന്നുള്ളതല്ലാതെ അതങ്ങനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും തോന്നുന്നില്ല. കാര്യം നമ്മുടെ സമൂഹം അങ്ങനെയാണ്. കാരണം മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ജാതി മതം എന്ന് പറഞ്ഞാൽ. ഇവർ രണ്ടെണ്ണം കൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര അത് തങ്കല്ലുപള്ളിയുടെ തന്നെയാണ്. ലോകത്തിൽ മതം കൊന്നത്ര ആൾക്കാരെ ഒന്നും ലഹരി കൊന്നിട്ടില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഭയങ്കര, അത് ഞാൻ ഒരുപാട് ആലോചിച്ച് ശക്തമായ കാര്യമാണ്. കാര്യം ഈ യൂറോപ്യൻ ചരിത്രം ആരംഭിക്കുന്ന തന്നെ മതപരമായിട്ടാണ്. ഡാർക്ക് ഏജ് എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുന്നതെല്ലാം മതം വെച്ചിട്ടാണ് ആൾക്കാരെ എല്ലാം. ഈ ഡാർക്ക് ഏജിലൊക്കെ മതം പറഞ്ഞത് ഭൂമി ഉരുണ്ടല്ലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് യൂറോപ്പിലൊക്കെ. ഭൂമി പരന്ന് കിടക്കുകയാണ്, നിങ്ങൾ ഒരു കാര്യം ട്രാവൽ ചെയ്യാൻ പോലും പാടില്ലെന്ന്, അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ ട്രാവൽ ചെയ്ത് ദൈവങ്ങളൊക്കെ സമുദ്രത്തിന് അടിയിലാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം അതിനെ അങ്ങനെ പൂർണ്ണമായിട്ടും എത്ര നവീനവൽക്കരിച്ചാലും അതിനെ പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ കഴിയും. അതിന് അത്ര വിശാലമായ മനസ്സൊക്കെ വേണം, ഭയങ്കര മനസ്സാവശ്യമാണ്. അത്രയും മനസ്സിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമ്മുടെ അക്കാഡമിക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടോ നമ്മുടെ സാമൂഹിക ചുറ്റുപാട് കൊണ്ടോ സാമൂഹിക വ്യവഹാരം കൊണ്ടോ ഒന്നും നമ്മൾ അത്രയൊന്നും ആർജിച്ചില്ല. നമ്മൾ പിന്നെ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്, നന്നായി ഒരുങ്ങി നടക്കുന്നുണ്ട്, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മൾ സാമൂഹികമായിട്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അതിൻ്റെയൊക്കെ കുറേ ചേഷ്ടകളാണ് കാണുന്ന വിശ്വസിക്കുന്നുണ്ട്. അതിൽ കുറേ മനുഷ്യന്മാരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അങ്ങനെയൊന്നും അല്ലെന്ന് ശ്രമിക്കുന്ന. പക്ഷെ അവരൊക്കെ ഒരു ഘട്ടം തളർന്നു പോകും. കാര്യം മുന്നോട്ട് പോകുവാൻ കൂട്ടങ്ങൾ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒറ്റയ്ക്കൊന്നും നേടിയെടുക്കുവാൻ കഴിയത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം കൂട്ടങ്ങൾ ആവശ്യമാണ്. ആ കൂട്ടങ്ങൾ കൊഴിയും, ആ മനുഷ്യൻ ഒറ്റപ്പെടുകയും ചെയ്യും.
അത് ഇപ്പം നമ്മുടെ സമീപത്തുള്ള പാർലമെന്റ് സെഷനൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അംബേദ്കർ എന്താണെന്നും അംബേദ്കറിന്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്നും അതിനെ ഏത് രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നുള്ള കാഴ്ചപ്പാടൊക്കെ വരുന്നുണ്ട്. ഈ കൂട്ടത്തോടെ ആവുമ്പോൾ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിരാമത്തിൻ്റെ ഒരു അവസാന ഭാഗത്തെത്തുമ്പോൾ ആർട്ടിക്കിൾ 497 ഭേദഗതി വരുത്തിയതിനെതിരെ കുറേ ഒരു ജാഥ പോകുന്നതിന് തിരിച്ചാണ് ഭദ്ര നടക്കുന്നത്, ഒരു വിമോചനത്തിൽ നിന്ന് നടക്കുകയാണ്. അപ്പോൾ വിഷ്ണു പറഞ്ഞു വെക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അപ്പം ആർട്ടിക്കിൾ 497 ഭേദഗതി വരുത്തുക എന്ന് പറയുന്നത് ഒരു പുരോഗമന സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ സ്വത്തല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനെതിരെയാണ് ആൾക്കാർ ജാഥ പോകുന്നത്. അതൊരു കൂട്ടം മനുഷ്യരാണ്. ഇപ്പുറത്ത് തിരിച്ചു നടക്കുന്നത് ഭദ്ര ഒറ്റയ്ക്കാണ്. അപ്പം അടുത്തൊന്നും നമ്മുടെ സമൂഹം ഒരു പുരോഗമന സമൂഹത്തിലേക്ക് പറയുമെങ്കിലും പൂർണ്ണമായും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, ഇനി അതാണോ പറഞ്ഞു വെച്ചത്? അല്ല, ആർട്ടിക്കിൾ 497 ബന്ധപ്പെട്ട റെഫറൻസ് ആ ബുക്കിൽ കൊടുക്കണം എന്ന് ബോധപൂർവമുള്ളൊരു തീരുമാനമായിരുന്നു. കാര്യം ആ ആർട്ടിക്കിൾ 497 ജാഥ നടത്തിയതിൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്. അത് ആ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. കപ്പലയിൽ അതൊരു സദാചാര പ്രശ്നത്തെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ കുടുംബ ബന്ധങ്ങളെ ശിഥിലപ്പെടുത്തുന്നു പറഞ്ഞ വലിയ ആദർശമായിട്ടൊരു കൂട്ടം ജാഥ പോയി. ആ ജാഥയ്ക്കകത്ത് 3-4 ആൾക്കാർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണുള്ളത്. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ കൗതുകപ്പെടുത്തിയ കാര്യമാണ്. വിവേഹാതര ലൈംഗിക ബന്ധം കുറ്റകരമല്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി പ്രഖ്യാപനം. അന്ന് ആ പ്രഖ്യാപനം കേരള സമൂഹത്തിലും ഇന്ത്യയിലൊക്കെ പൊതുവെ ഒരു ചെറിയൊരു ഒരു ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ടായിരുന്നു. ഈ ലൈംഗികത, കുടുംബം എന്നൊക്കെ പറയുന്ന ചില ചിന്തകൾക്ക് കുറച്ചുകൂടെ പോളിഷ്ഡ് ആവേണ്ട, അല്ലെങ്കിൽ ആ കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഡെവലപ്പ് ആവേണ്ട സമയമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം ഈ കുടുംബം എന്നൊരു സ്ഥാപനമാണെന്ന് ചോദിച്ചു. ഒരു കുടുംബം ഒരു സാമൂഹിക സ്ഥാപനമാണ്. ആ സാമൂഹിക സ്ഥാപനം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഒരു 3-4 പേർ ആൾക്കാരുടെ വ്യത്യസ്തമായ മനോവൈകാരികതയെ എന്തോ ഒരു സാധനമുണ്ട്, സ്നേഹമൊന്നും ഞാൻ പറയുന്നില്ല, എന്തോ ഒരു സാധനം കൊണ്ട് അടുപ്പിച്ച് നിർത്തിയേക്കുന്ന ഒരു എലമെൻ്റായിട്ട് മാത്രമേ ഞാൻ കുടുംബം എന്നൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കാണുന്നുള്ളൂ. രണ്ടാമത് ലൈംഗികത എന്നൊരു സാധനം. ഇപ്പം ഞാൻ വിവാഹിതനാണ് എന്നിരിക്കെ തന്നെ എനിക്കൊരു പ്രണയമുണ്ടെന്നിരിക്കട്ടെ, എനിക്കൊരു പ്രണയമുണ്ട് എന്ന് നമ്മൾ രണ്ടുപേരും പറയുകയും, ഞാൻ വിവാഹിതനാണ്, എനിക്കൊരു പ്രണയമുണ്ടെന്ന് ഞാനും ആതിരയും കൂടി എന്ന് പറയുകയും മൂന്നാമതൊരാൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അവിടെ പ്രണയം എന്നൊരു എലമെന്റിനെ അല്ല അവിടെ കാണുന്നത്. അവിടെ മറിച്ച് ലൈംഗികതയുടെ വേറൊരു പിക്ചറൈസേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അവിടെ അങ്ങനൊരു സംഭവമാണ്, അതൊരു പൊതു ധാരണയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ മനുഷ്യന് പ്രണയം ആവശ്യമാണ്, വളരെ ആവശ്യമായ എലമെന്റാണ്. പ്രണയം എന്നൊരു സാധനം വളരെ ആവശ്യമായ എലമെന്റാണ്. ഇപ്പം ഈ വിവേഹാതര ലൈംഗിക ബന്ധം എന്നൊരു വാക്ക് തന്നെ അത് തെറ്റായൊരു വാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വിവേഹാതര ലൈംഗിക ബന്ധം എന്നുള്ളത് അതൊരു ഇടുങ്ങിയ ചിന്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കുറച്ച് വിശാലമായ ചിന്തയാണ്. കാരണം ഒരു മനുഷ്യൻ, ഒരാൾ വിവാഹത്തിലായിരിക്കുന്നു, അയാൾ ആ വിവാഹിത വ്യവസ്ഥയിൽ നിൽക്കുന്നു, ആ വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രണയം ഉണ്ടാകുന്നു. ഇതൊന്നൊരു മോശം എലമെന്റായിട്ട് എൻ്റെ കാഴ്ചപ്പാട്, അത് നാളെ ഈ പറയുന്ന വാദത്തെ ഭയങ്കരമായിട്ട് വലിച്ചെറിയപ്പെട്ടേക്കാം. പക്ഷേ ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ച് അതൊരു മോശം എലമെന്റ് ആണെന്ന് ഞാൻ ഒരിക്കലും എങ്ങും കാണുന്നില്ല. അതൊരു മോശം എലമെന്റ് ആണെന്ന് ചിന്തിക്കുന്നില്ല. കാര്യം അതൊരു മോശം എലമെന്റ് ആണെങ്കിൽ കാലങ്ങളായിട്ട് ഈ മോശം എലമെന്റ് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്, കാലങ്ങളായിട്ട് പോകുന്നുണ്ട്. അതിന് ഈ പറയുന്ന ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിനകത്ത് ആസ്ക് എ ക്വസ്റ്റ്യൻ ഇടാറുണ്ട് ചില സമയത്തൊക്കെ. ആൾക്കാർ എന്താ പറയുന്നത്, അപ്പം ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പിട്ട് എൻ്റെ അവിഹിതത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം ഒരു പെൺകുട്ടി എനിക്ക് ആസ്ക് എ ക്വസ്റ്റ്യൻ ഇട്ടു. അപ്പം അന്ന് ഞാൻ ബോധപൂർവ്വം ആ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല. എനിക്ക് അതിനൊന്നും ഉത്തരവില്ല, അല്ലെങ്കിൽ അതിന് എന്താണ് ഉത്തരം കൊടുക്കേണ്ടത്. അത് ഈ 2 ആഴ്ച വീണ്ടും ഈ കുട്ടി എന്ത് ചെയ്തു, അവിഹിതത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോഴും എനിക്കെന്തോ അതിന് ഉത്തരം കൊടുക്കാൻ തോന്നുന്നില്ല. മൂന്നാമതും ഇട്ട് കഴിയുമ്പോൾ അവിഹിതത്തിനെ കുറിച്ച് എന്താണ് ഞാൻ മറുപടി കൊടുക്കാൻ തയ്യാറായി. കാര്യം അത് കൊടുത്തേ മതി, കാരണം ആ കുട്ടി എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ചതിനോട് ചോദിച്ചു, താങ്കളുടെ കൺസെപ്റ്റിലെ അവിഹിതം ആയിരിക്കണമെന്നില്ല എൻ്റെ കൺസെപ്റ്റിലെ അവിഹിതം, അല്ലെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ചയിലെ അവിഹിതമാകണം താങ്കളുടെ കാഴ്ചയിലെ അവിഹിതം എന്ന് പറഞ്ഞ് ഞാനത് സരസമായ മറുപടി കൊടുത്തങ്ങ് വിട്ടു. പക്ഷേ അതിനുശേഷം അതെനിക്ക് എൻ്റെ ഇൻബോക്സിൽ അയച്ച കുറച്ച് മെസ്സേജുകൾ ഇങ്ങനെയായിരുന്നു. അത് താങ്കളുടെ പല എഴുത്തുകളിലും ഈ അവിഹിതത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എക്സ്ട്രാ മാരിറ്റൽ ലൈഫിനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് കാണിക്കുന്നു, അത് തെറ്റായ ഒരു ധാരണയിൽ താങ്കളുടെ അധ്യാപകനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പം അതെനിക്ക് ചെറുതായിട്ട് അത് വിഷമം. അപ്പം ഞങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചപ്പം ഇത് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ ട്രോമകൾ അനുഭവിച്ചിട്ടുള്ളതാണ്, ഇത്തരം ഒരു മേഖലയെ ബന്ധപ്പെട്ട് കുറേ ട്രോമ. അപ്പം ഞാനൊരു കാര്യം പറയാം, ലോകത്തുള്ള എല്ലാ വശങ്ങളും കുടുംബം എന്നൊരു സ്ഥാപനം ഏറ്റവും മഹത്തരമാണെന്ന് അതെനിക്ക് വിശ്വാസം ഉണ്ടോ? ഇല്ല. നമ്മുടെ കുടുംബത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്. അല്ല, കഴിഞ്ഞ ദിവസം തന്നെ ഒരു 6 വയസ്സുള്ള കുഞ്ഞിനെ ശ്വാസം പിടിച്ചു എൻ്റെ അമ്മ, രണ്ടനമ്മ എന്ന് പറഞ്ഞു. അപ്പം കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയും ട്രോമകൾ അനുഭവിക്കപ്പെടുന്ന എല്ലാം കുടുംബത്തിലാണ്. സ്കൂളുകൾ ഏറ്റവും മികച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു. അധ്യാപകർ ആകപ്പെടാത്ത കേസുകളില്ല. അധ്യാപകർ എടുക്കുന്നതിനകത്ത് നമ്മുടെ കേരള പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട സൈബർ ഓപ്പറേഷനാണ് പി ഹണ്ട്. ഈ കുട്ടികളുടെ ലൈംഗിക പരമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷനാണ് പി ഹണ്ട് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന മൊത്തം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഹയർ ക്ലാസ് ഇരിക്കുന്ന ആൾക്കാർ, ഡോക്ടർമാർ, എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷണൽസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാത്തരം സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാടിനകത്തും ഈ പറഞ്ഞ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം ആർട്ടിക്കിൾ 497 അന്ന് വന്ന സമയത്ത് ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. അത് നമ്മുടെ മാനവികപരമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളെ അല്ലെങ്കിൽ അച്ഛനമ്മ റിലേഷൻസിനെ അല്ലെങ്കിൽ അവരുടെ എല്ലാ തരത്തിനെയും ശിഥിലപ്പെടുത്തി കളയുന്ന എന്തോ വലിയ ആപത്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ നാട്ടിലാണ് ഇന്ന് നമ്മളെ പിള്ളേരെ ലിവിങ് ടുഗദർ ആഘോഷിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ലിവിങ് ടുഗദർ വളരെ ശക്തമായി ആഘോഷിക്കുന്നുണ്ട്. ലിവിങ് ടുഗദർ കാണുമ്പം നെറ്റ് വിളിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിക്കുക. ഇപ്പം ഞാൻ പലപ്പോഴും എൻ്റെ കൂട്ടുകാർ കല്യാണം കഴിക്കാൻ, ഞാനാണ് എൻ്റെ ആ ഒരു ജനറേഷനകത്തെ ആദ്യ വിവാഹം കഴിച്ച വ്യക്തി ഞാനാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിനകത്ത് കുറേ പാഠങ്ങളുണ്ട്. എങ്ങനെ വിവാഹം എന്ന് പറയുന്ന ചെലവുകളുടെ ഒരു വലിയൊരു കെട്ടുപാടാണ്. അതിന് വിവാഹത്തിന്റെ പിറ്റേ ദിവസമാണ് നമ്മളെ ചെലവിന്റെ വലിയൊരു ഉയരത്തിലേക്ക് നോക്കുക എന്ന് പറയുന്ന പരിപാടി. അപ്പം ഈ കൂട്ടുകാരെല്ലാം വിവാഹം കഴിക്കുമ്പം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അധികാര സ്ഥാപനത്തിന്റെ ആദ്യ ചുവടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം അന്നേ വരെ മറ്റൊരു അന്തരീക്ഷത്തിൽ ജീവിച്ച സ്ത്രീ, ഞാൻ വിവാഹം കഴിച്ച സ്ത്രീ മറ്റൊരു കുടുംബത്തിൽ ജീവിച്ച സ്ത്രീയാണ്, മറ്റൊരു ചുറ്റുപാടാണ്, മറ്റൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, മറ്റൊരു അഭിരുചിയുടെ ഭാഗമാണ്. ആ ഒരു വ്യക്തിയെ ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് മുതൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരെ പരുവപ്പെടുത്തേണ്ട കാര്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരിക്കലും തോന്നത്തില്ല. കാര്യം നാളെ ഞാനെന്ന വ്യക്തിയിൽ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ സ്ത്രീ ഒട്ടും കംഫോർട്ടബിൾ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് പിൻവാങ്ങണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭയങ്കര എന്തോ പ്രിവിലേജ് ഉണ്ട്, അങ്ങനല്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവനവനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. ഞാൻ എൻ്റെ വിവാഹത്തിന്റെ പിറ്റേന്ന് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഭയങ്കര രസകരമായ ചോദ്യം. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി, നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയും തക്കാളി കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി കറിയും അപ്പവും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ഇത് പുള്ളിക്കാരിക്ക് വലിയ താല്പര്യമുള്ള കറികളൊന്നുമല്ല. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ഞാൻ തിരുത്തെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ എന്നോട് സഹവസിക്കുന്ന സ്ത്രീ അങ്ങനെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഭയങ്കര ദുസ്സഹമായ കാര്യമാണ്. കാര്യം അത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുടുംബ ബന്ധത്തിനകത്ത് നമ്മൾ അറിഞ്ഞും അറിയാതെയും കൂടിയിട്ട് കുറെ അഴുക്കുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ചുമക്കുന്നുണ്ട്. കാര്യം അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജീവിതം അങ്ങ് ജീവിച്ച് തീർത്തേക്കാം. ചെയ്യരുത്. നമ്മൾ ജീവിക്കുന്ന കാലത്ത് സാധ്യതകളുടെ മേളമാണ്, ഇഷ്ടം പോലെ സാധ്യതയാണ്. തുനിഞ്ഞിറങ്ങണം. ഒരൊറ്റ ജീവിതമുണ്ട്, പുനർജന്മം ഉണ്ടോ എന്നൊന്നും ആർക്കും അറിയാത്ത കാര്യമാണ്. ഈ ജീവിതത്തിൽ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി എത്ര നാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും? നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ എത്ര ആൾ മറച്ചു വയ്ക്കാൻ കഴിയും? നമ്മുടെ അഭിരുചികൾ എത്ര ആൾ മറച്ചു വയ്ക്കാൻ കഴിയും? നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ ചെയ്യരുത്. നിങ്ങൾക്കൊരു സ്ഥലത്ത് നിൽക്കുവാൻ, നിങ്ങൾക്ക് ഈ മുറിയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ഇല്ല, നമ്മൾ ഇവിടുന്ന് ഉറപ്പായിട്ടും പുറത്തിറങ്ങി നമ്മൾ ആ ജീവവായു ആസ്വദിക്കാൻ ശ്രമിക്കും. ആ ആസ്വാദനമാണ് എല്ലാ മനുഷ്യനും. സ്വാതന്ത്ര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്വാതന്ത്ര്യത്തിന് അപ്പുറമായി മറ്റൊന്നാണ് വിമോചനം. നിങ്ങൾ ആദ്യം സ്വാതന്ത്ര്യം നേടുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? വിമോചനം നേടുക. ഈ പറയുന്ന നമ്മുടെ നമ്മൾ ഈ എഴുതപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന എല്ലാത്തരം സാമൂഹ്യ മൗഢ്യതകളെ നമ്മൾ പൊളിച്ചടിക്കുക മതിയാകത്തുള്ളൂ. പൊളിച്ചടുക്കി മാത്രമേ അത് ചിലപ്പം അതിനെ ആൾക്കാർ ചിലപ്പോൾ ഓമനപ്പെട്ട് ഫെമിനിസ്റ്റ് എന്ന് വിളിച്ചോട്ടെ, ഫെമിനിസം തന്നെ വിളിച്ചോട്ടെ, അതിന് പ്രശ്നം. ഫെമിനിസം എങ്കിൽ ഫെമിനിസം, അത് അങ്ങനെങ്കിൽ അങ്ങനെ, അത് ആണിനും പെണ്ണിനും ആവശ്യമായ കാര്യമാണ്. ഫെമിനിസം എന്നൊരു ഒറ്റ ബിന്ദുവിൽ ഞാൻ കുത്തുകയല്ല. ആണിനും പെണ്ണിനും ഈ പറയുന്ന വിമോചനം ആവശ്യമാണ്. എത്രയോ സ്ഥലങ്ങളിൽ ആണുങ്ങൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ മനുഷ്യന് നമ്മളൊന്നും ആലോചിക്കാതെ നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴേ നമ്മളെ ബെഡ്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് കണ്ടയ്ക്കുമ്പം ഒറ്റയ്ക്കുള്ളൂ. നമ്മൾ ജീവിതത്തിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളോടെങ്കിലും ഓക്കെ ആയിരുന്നു, ഞാനിന്ന് പെർഫെക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാനിന്ന് ഓക്കെ ആയിരുന്നു, ഞാനിന്ന് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന സമയം ചെലവഴിച്ചു. ഇത് ഞാൻ വെറുതെ ഞാൻ ചുമ്മാ ഒരു കൗതുകത്തിൻ്റെ പേരിൽ അതൊരുക്കട്ടെ. അതിന് പണ്ടേ ഈ ഉറങ്ങുന്നൊരു സമയം, ഞാൻ ഈ ഉറക്കത്തെക്കുറിച്ച് അതിൽ ആലോചിക്കണം. അതായത് ചെന്ന് കിടന്ന്
അങ്ങ് ഉറങ്ങിയാണ് ശുഭം. ഇപ്പോഴത്തെ ഉറക്കം അങ്ങനെയാണ്. നമ്മൾ ചെന്ന് കിടന്ന് ഓഡിറ്റിംഗ് ആണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ ചിന്തകളിലൊക്കെ കെട്ടിപ്പടന്ന് നമ്മൾ പോലും നമ്മുടെ ബോധ മനസ്സെന്താണ് ഉറങ്ങടി എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഉറക്കുന്ന പരിപാടിയാണ്. അത്രയല്ല, നമുക്ക് നമ്മളായി ജീവിച്ച് ഉറങ്ങുവാൻ കഴിയുന്ന ഒരു മൊമെന്റിലേക്കാണ് ട്രാവൽ. അത് ഭദ്രയിലൂടെ അങ്ങനെ ഒരു ചിത്രം എനിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അവിടെ എപ്പോഴും ഓർക്കേണ്ട കാര്യം. അപ്പം അതിനകത്ത് വേണമെങ്കിൽ ഇങ്ങനെ എന്തിക്കാം. പക്ഷേ ഭദ്രയ്ക്ക് അവിടെ ഒരു ഫുൾഫിൽ ഉണ്ടാക്കാൻ വേണ്ടി രഘുനാഥ് അവിടെ ഭദ്രയ്ക്ക് ഒരു മെന്ററോ അങ്ങനൊന്നുമല്ല. ഭദ്ര കാണുന്ന ഒരു ബിംബമാണ്. മുന്നോട്ട് നടക്കാൻ വേണ്ടി ഒരു ബിംബമായിട്ട് മാത്രമേ അവിടെ രഘുനാഥിനെ അങ്ങനെ ഒരു കൾട്ടായിട്ടോ അല്ലെങ്കിൽ രഘുനാഥ് ഭയങ്കര സാക്രിഫൈസ് ലെവലാണെന്നോ ഒന്നുമല്ല. രഘുനാഥിനെ അതിനകത്താണെങ്കിൽ നമുക്ക് വളരെ മോശമായിട്ട് ചിത്രീകരിക്കാം. കാരണം എത്രയൊക്കെ പറഞ്ഞാൽ അശ്വതി അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രോമയിലേക്ക് ഇട്ടിട്ടാണ് രഘുനാഥ് പോകുന്നത്. അപ്പം എല്ലാ മനുഷ്യനും അശ്വതി ഒരു സ്വാതന്ത്ര്യം നേടി, അശ്വതിയിലൂടെ രഘുനാഥ് സ്വാതന്ത്ര്യം നേടുന്നുണ്ട്, ഭദ്ര ശരത്തിന് ഒഴിവാക്കാൻ സ്വാതന്ത്ര്യം നേടുന്നു. അപ്പൊ സ്വാതന്ത്ര്യം വിമോചനമാണ് ആവശ്യം മനുഷ്യൻ എന്നുള്ളതാണ്. ഒരുപക്ഷെ നാളെ ഒരു സമയത്ത് രഘുനാഥിന്റെ ഭൂതകാലത്തിൽ എവിടെയെങ്കിലും കുടുങ്ങി രഘുനാഥിൽ നിന്നും ഒരുപക്ഷെ ഭദ്ര മോചനം നേടിയേക്കാം. അതായത് ഒരു പങ്കാളിയിലേക്ക് എത്തപ്പെട്ട് അവിടെ സർവസ്വം മറന്നിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്നോ അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആത്യന്തികം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വന്ന കാലത്ത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയണം. ഒറ്റയ്ക്ക് നിന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. കാര്യം അവൻ ഒറ്റ ചിന്തയെ കാണത്തുള്ളൂ. അത് അങ്ങനെയാണ്. അങ്ങനെ വേണം. എല്ലാ മനുഷ്യനും അങ്ങനെ വേണം. ആണായാലും പെണ്ണായാലും എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മോചനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഭദ്ര ഒരു വിവാഹമോചനത്തിൻ്റെ സമയത്ത് ഒരു ഹൃദയഭാഗം, അവിരാമത്തിൻ്റെ ഹൃദയഭാഗം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് വിവാഹമോചനം ആവശ്യപ്പെടുന്നത്? പരസ്ത്രീ ബന്ധമുണ്ടോ, മദ്യപാനം ഉണ്ടോ നിങ്ങളുടെ ഭർത്താവിന്? ഇതൊന്നും ഇല്ലാതെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ കൊന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഹിന്ദു മാരേജ് ആക്ടിൽ വകുപ്പില്ല മാഡം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നിയമത്തിൽ മാത്രമല്ല സമൂഹത്തിലാണെങ്കിലും നമ്മളെപ്പോഴും അഡ്രസ്സ് ചെയ്യുന്ന കാര്യം മദ്യപാനം ഉണ്ടോ, അവൻ നന്നായി നോക്കുന്നില്ലേ, സർക്കാർ ജോലിയുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും എന്താണ് നിനക്ക് കുറവ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിനിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് കൂടി പറഞ്ഞു, സമൂഹത്തിൻ്റെ മുന്നിൽ കാണുന്ന ഒരു പ്രശ്നവുമില്ല, പക്ഷെ നമ്മൾ തമ്മിലൊരു പൊരുത്തമില്ല, പക്ഷെ കുട്ടികളുണ്ട്, മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു ജോലിയില്ല. അപ്പം ഇതൊരു സമൂഹത്തിന് മുന്നിലേക്ക് കൊടുത്തൊരു ചോദ്യമല്ലേ, നിങ്ങൾ വിലയിരുത്തുന്നത് ശരിയല്ല എന്ന് പറയുന്നൊരു. അതെ. അതായത് ഈ ആത്മാവിനെ കൊന്നു എന്നൊരു വാക്ക് ഞാൻ കൃത്യമായി അതിൽ രേഖപ്പെടുത്താനുള്ള കാരണം, ഞാൻ കണ്ട അനവധികളായ സ്ത്രീകളിൽ പലർക്കും ആത്മാവില്ലായിരുന്നു എന്നുള്ളത് എന്നാണ്. കാര്യം അവർ നന്നായിട്ട് വസ്ത്രം ധരിച്ചിരുന്നു, അവർ നന്നായിട്ട് പൊതുവിടങ്ങളിൽ ഇടപഴകിയിരുന്നു, അവർ നന്നായിട്ട് ചിരിച്ചിരുന്നു. പക്ഷെ അവർക്ക് ഇല്ലാത്തത് എന്താണെന്ന് ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം അവർക്ക് ആത്മാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ വർഷങ്ങളായി ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. എൻ്റെ ഏതാണ്ട് ഒരു +2 കാലം മുതൽ, +2 അല്ല ഡിഗ്രി കാലം മുതൽ തന്നെ എനിക്ക് പരിചയമുള്ള, ഞങ്ങൾ 2 ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, പക്ഷേ നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അങ്ങനെ അവളെ ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായി പുഞ്ചിരിക്കും എന്നതാണ്. ഏറ്റവും നല്ല സുന്ദരമായി ചിരിക്കുന്ന സ്ത്രീ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ വളരെ വിരളമായ സ്ത്രീകളിൽ ഒരു സ്ത്രീ അവളാണ്. അങ്ങനെ ഡിഗ്രിക്ക് ശേഷം ഞാൻ അവളെ കാണുന്നില്ല. എൻ്റെ പഠനമായിട്ട് ഞാൻ പോകുന്നു. പുള്ളിക്കാരി പിന്നെ ഫോണിലൂടെ, അന്ന് ഈ വലിയ രീതിയിലുള്ള ഫോൺ കോൺടാക്ട് ഒന്നുമില്ല, ഫേസ്ബുക്കൊക്കെ ഒന്നും കത്തിയൊക്കെ വരുന്ന സമയമാണത്. അപ്പം അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ നാട്ടിലേക്കുള്ളൊരു യാത്രയിൽ എൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് പരിചയമുള്ള ഒരാളുടെ സൗണ്ട് കേൾക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷേ എനിക്കത് അതാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാതെ പോകുന്നു. ഞാൻ കാത്തിരുന്നു. കുറച്ച് ദൂരം ശേഷം എനിക്ക് മനസ്സിലാക്കി, ഞാൻ കണ്ട ഏറ്റവും മനോഹരമായി പുഞ്ചിരിക്കുന്നവളാണ് എൻ്റെ തൊട്ട് മുന്നിലിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനവളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അവളെ മുഖത്ത് ആ പുഞ്ചിരിയില്ലായിരുന്നു. അവള് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പോലെ വ്യഗ്രത കാണിച്ചതിൽ നിന്നും ഓടി വിളിക്കാനുള്ള ശ്രമം നടത്തുന്ന നമുക്ക് ഫീൽ ചെയ്തു. എന്തോ ഓപ്പണായി പറയാൻ അവളെ ഞാൻ വീട്ടിൽ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് അവളെ നമ്പറിലേക്ക് ഞാൻ ചെതഞ്ഞു പോയി. പക്ഷേ എൻ്റെ കയ്യിൽ നമ്പറില്ലായിരുന്നു. പിന്നെ ഞാൻ പലരിൽ നിന്ന് നമ്പർ ഒപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ അവളെ വിളിക്കാൻ ശ്രമിക്കും. വിളിക്കുമ്പോഴല്ലേ ഇവളിങ്ങനെ തെന്നിമാറി പോകുന്നൊരു പരിപാടിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനത് വിടുന്നു. അതിനുശേഷം കുറച്ചുകൂടെ നാൾക്ക് ശേഷം ഞാൻ ഇവളോട് വീണ്ടും ഒന്ന് കോണ്ടാക്ട് ചെയ്യപ്പെടുന്നു. ആ സമയത്താണ് അറിയുന്നത് പുള്ളിക്കാരിയുടെ ചേച്ചി ഒളിച്ചോടി പോവുകയാണ്. പുള്ളിക്കാരുടെ ചേച്ചി ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പുരുഷനോട് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. അപ്പം ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ അച്ഛനിലെ ഈഗോ ക്രിയേറ്റ് ആയി. ഇളയ മോളെ ഭയങ്കര പ്രൗഢിയോടെ വിവാഹം കഴിച്ചേക്കണം എന്നുള്ള ഈഗോ ക്രിയേറ്റ് ആവുന്നു. ആ നാട്ടിൽ കുറച്ചപ്പുറമുള്ള ഒരു വലിയ ധനികനായൊരു ഒരു വീട്ടിൽ നിന്നും ഈ പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന കൊണ്ടുവരുന്നു. വിവാഹാലോചന എത്തപ്പെടുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2.5 മാസങ്ങൾക്ക് ശേഷം ഈ കുട്ടി അഡ്മിറ്റ് ആവുന്നത് ഒരു മെൻ്റൽ ഹോസ്പിറ്റലാണ്.
മെന്റൽ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ സൂപ്പർ കിടിലം, പിന്നെ ഒരു ലെവലാണ്. കാരണം പെണ്ണെന്ന് പറയുന്നത് എന്തോ ഒരു വലിയ മരുന്നാണല്ലോ, ഈ ആണിനെ റെഡിയാക്കേണ്ട ഒരു മരുന്ന്. എന്നിട്ട് പറയും ഇതേ ആൾ പിന്നെ പെണ്ണാണ് പ്രശ്നമെന്നും പറയും. രണ്ടും പറയുന്നൊരു പൊതു ബിന്ദുവാണല്ലോ നിങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ എന്താണെന്നൊരു കാര്യം എന്നൊക്കെ അന്വേഷിച്ചപ്പം പുള്ളിക്കാരൻ ഗേ ആയിരുന്നു. അത് പുള്ളിക്കാരൻ്റെ തെറ്റായെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഗേ ആണ് എന്നുള്ളത് ഒരു പ്രശ്നമല്ലെന്നിരിക്കെ തന്നെ ഈ ബെഡ്റൂമിൽ ഈ കുട്ടി അതിഭീകരമായി ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഇയാളുടെ ഈ ഒരു കുറവിനെയോ കൂടുതലിനെയോ ഒക്കെ മറച്ചു വയ്ക്കുവാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാനന്ന് അതിനുശേഷം ഞാൻ അവളെ പലപ്പോഴേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവള് പൊതുവേദിയിലൊക്കെ വരാറുണ്ട്, ചിരിക്കാറുണ്ട്. പക്ഷേ ആത്മാവ് കൊല ചെയ്ത അപ്പം ഈ പൊതുബിംബത്തിനകത്ത് ഈ ഗേ എന്നൊരു കൺസെപ്റ്റ് എന്നോ ആ കുട്ടി അനുഭവിച്ച് ടോർച്ചറിങ് ഒന്നും അല്ല, എന്തൊക്കെയോ അവിടെ കുറെ കഥകൾ അങ്ങ് സൃഷ്ടിക്കപ്പെടുകയാണ്. ഇവർക്ക് മറ്റെന്തോ ഒരു അഫെയർ ഉണ്ടായിരുന്നു, 2-ാം മാസം തിരിച്ചു കൊണ്ടുവന്നു, ഫോൺ വീട്ടിൽ പൊക്കി, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പിക്ചറൈസേഷനൊക്കെ ഇങ്ങനെ വന്ന് ഇവള് പെയ്യെ എന്തിലേക്ക് പോവുക, ഒരു മെന്റൽ പേഷ്യൻ്റ് ലെവലിലേക്ക് ഇവള് മാറി. പിന്നെ ഇവിടുന്ന് റിക്കവർ നല്ല മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്, റിക്കവർ ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. ഈ ആത്മാവിനെ കൊല്ലുക എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. ഭയങ്കര സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പരിപാടിയാണ്, ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കാര്യം നമ്മുടെ ക്രയവിക്രയങ്ങൾ നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ആ പരിപാടിയിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ഒരു മനുഷ്യനെ അവനെ മജ്ജയോടും മാംസത്തോടും ഇരുത്തി കൊന്നുകളയുന്ന പരിപാടിയാണ്. നോക്കിയേ, നമ്മുടെ നാട്ടിൽ ഇന്ന് ഇപ്പം നാഷണൽ ക്രൈം ബ്യൂറോ റിപ്പോർട്ടിൻ്റെ 2024 റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിനകത്ത് ആത്മഹത്യാ പ്രവണത യുവാക്കൾക്കിടയിൽ കൂടുന്നതായിട്ടാണ് റിപ്പോർട്ട്. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റിനകത്ത് കേരളമാണ് മുന്നിൽ നിൽക്കുന്നത്. ആത്മഹത്യാ പ്രവണത കൂടുന്നുണ്ട്. ഈ ആത്മഹത്യാ പ്രവണത കൂടുക എന്ന് പറഞ്ഞാൽ പങ്കാളി ഉയർത്തുന്ന അമൃതമായ സമ്മർദ്ദം മൂലമാണ് ഈ ആത്മഹത്യാ പ്രവണത കൂടുന്നതെന്നാണ് പറയുന്നത്. പങ്കാളിയുടെ അത് ആണിന് പെണ്ണുമാവും, പെണ്ണാണുമാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിനകത്ത് ആണുങ്ങളുടെ അളവ് കൂടുതലാണ്. ആണുങ്ങൾ ആത്മഹത്യാ പ്രവണത വെച്ച് കൂടുതലാണ്. ഈ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ധൈര്യമുള്ള ആവശ്യമുള്ള കാര്യമാണ്. ഹെവി ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആൾക്കാർക്ക് മാത്രമേ ആത്മഹത്യ ചെയ്യാൻ പറ്റുള്ളൂ. ആ മൊമെന്റ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം പോയി, കയ്യിൽ നിന്ന് പോകും. പക്ഷെ ആ എടുക്കുന്ന തീരുമാനത്തിന് ഭയങ്കര പവർ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പുരുഷന്മാർ എന്തുകൊണ്ടാണ് ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹനശേഷി കുറച്ച് കുറവാണ്. കാര്യം ഇത് ഷോർട്ട് ടൈം പേടാണ്, പെട്ടെന്ന് ഇതിനകത്ത് റിയാക്ട് ചെയ്യും പെട്ടെന്ന്. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. ഞാൻ ഇന്നാള് ഒരു സ്കൂളിൽ ഒരു ഡിബേറ്റ് വന്ന സമയത്ത് ഇങ്ങനെ അതിൻ്റെ ഒരു സംസാരം വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞൊരു സാധനമാണ്. അതായത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരത എന്ന് പറയുന്ന സാധനമെല്ലാം സ്ത്രീകൾക്കാണ്. കാരണം ഒരു പ്രസവം കഴിഞ്ഞവർ വീണ്ടും 2ാമത്തെ പ്രസവത്തിന് ലേബർ റൂമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ധീരതയുള്ള ആളുകൾ എന്ന് പറയുന്ന സ്ത്രീകളാണ്. അപ്പം ഈ സ്ത്രീകൾക്ക് ധീരതയൊക്കെയാണ്. ധീരത എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു കവചമാണ് ഇവരുണ്ടാക്കുന്നത്. ഈ ഞാൻ കണ്ട സ്ത്രീകളൊക്കെ, എന്നോട് സംസാരിച്ച സ്ത്രീകളിൽ പല ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർക്ക് ഈ പണമോ പ്രശസ്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ആവശ്യം. കുറച്ചേരൊക്കെ ഒന്ന് കേൾക്കുക. ഇത് കുറേ തിരക്കിലകത്താപ്പെട്ട് ഞാൻ മിഥുനം സിനിമ കൂടുതൽ റെഫർ ചെയ്യുന്നത്. മിഥുനം സിനിമ അതിനകത്ത് ഈ സ്ത്രീയുടെ അതിനകത്ത് കാണുമ്പോൾ അത് അങ്ങനെ ആണിന് തിരക്ക് വരുമ്പോൾ അങ്ങനെയാണ്, അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. മിഥുനം സിനിമയിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തിയാണ്, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. മിഥുനം സിനിമയിൽ ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല കൊടുക്കുന്നത്. ഈ പറയുന്ന മോഹൻലാൽ അഭിനയിക്കുന്നതിനകത്ത് അയാളുടെ ജീവിത ബലകളെ കുറിച്ച് കൊടുക്കും. ഈ പറയുന്ന ഉർവശി വന്നിട്ട് പണ്ട് എനിക്ക് അങ്ങനെയല്ലേ കത്തെഴുതി പണ്ടിനോട് സമയം സ്പെൻഡ് ചെയ്യുന്നുള്ള ഇതൊക്കെ നമുക്ക് അത് വലിയ ചാബല്യമായിട്ടും വളരെ പൈങ്കിളിപരമായിട്ടൊക്കെ തോന്നുന്നെങ്കിലും പക്ഷെ അതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. പുസ്തകത്തിന്റെ തുടക്കത്തിൽ സമർപ്പണം ആതിര ടീച്ചർക്കാണ് സമർപ്പണം ചെയ്യുന്നത്. അപ്പം പേരിന്റെ കൗതുകം കൊണ്ട് ഞാനും ആതിര ആയതുകൊണ്ട് ആതിര ടീച്ചറെ കുറിച്ച് എന്തെങ്കിലും പറയാൻ. വിഷ്ണു അഞ്ചൽ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ ഏതു കാലഘട്ടത്തിലും അതിന് എൻ്റെ വാർദ്ധക്യത്തിലാണെങ്കിലും ഒരിക്കലും ഒഴിച്ചേർത്താൻ പറ്റാത്തൊരു പേരാണ് ആതിര ടീച്ചർ എന്ന് പറയുന്നത്. എൻ്റെ എൻ്റെ ഗ്രാജുവേഷൻ സമയത്തിൻ്റെ അധ്യാപികയായിരുന്നു. ഇപ്പോൾ ടീച്ചർ അമ്പലപ്പുഴ ഗവൺമെൻറ് കോളേജിൽ അധ്യാപികയാണ്. ഞാനെന്ന വ്യക്തിക്ക് എഴുതാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഇവൻ കൊള്ളാം എന്ന് ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ് ആതിര ടീച്ചർ എന്ന് പറയുന്നത്. കാരണം എൻ്റെ വായനയിലാണെങ്കിലും എൻ്റെ എഴുത്തിലാണെങ്കിലും എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഇപ്പോഴും നമുക്ക് പറയത്തില്ല, നമ്മളിപ്പോൾ ഒരു തകർക്കം ഒന്ന് പിടിക്കണം എന്ന് തോന്നി, അല്ലെങ്കിൽ നമുക്കൊന്ന് വീഴാൻ പോകുന്നു, നമുക്കൊരു സപ്പോർട്ട് ആവശ്യം തോന്നുമ്പോൾ നമ്മൾ ഓടിച്ചിരുന്ന ഒരാളുണ്ടല്ലോ, അങ്ങനെ ഒരാളായിട്ട് ഞാൻ വെച്ചേക്കുന്ന ഒരാളാണ് എൻ്റെ ആതിര ടീച്ചർ എന്ന് പറയുന്നത്. അത് എൻ്റെ ഈ ആതിര ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ ടീച്ചറോടുള്ള ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഗുരു ശിഷ്യൻ്റെ ഏറ്റവും ഭയങ്കര സ്മൂത്ത് അങ്ങനെയൊന്നുമല്ല, ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ്. ഞങ്ങളുടെ കോൺവെർസേഷൻസ് ആണെങ്കിലും ഞങ്ങളുടെ ചിന്തകൾ മുമ്പിലാണെങ്കിലും ഒക്കെ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ്. കാര്യം ടീച്ചർ എപ്പോഴും എന്നെ തർക്കിച്ചാണ് എന്നെ തിരുത്താറുള്ളത്. ഒരു കാര്യത്തെ തർക്കത്തിലൂടെയാണ് തിരുത്തിരുന്നത്. ആ തർക്കം എന്ന് പറയുന്നത് വലിയൊരു പാഠമായിരിക്കും. കാര്യം അതൊരു വലിയ മൊമെന്റ് ആണ്. അതിനകത്ത് 2 സമർപ്പണം വെച്ചേക്കുന്നത്. ഒന്ന് ആതിര ടീച്ചറിന്, 2 ആത്മാവിനെന്ന് വെച്ചേക്കുന്നത്. അപ്പം ആ ഒരു ആത്മബോധം നമ്മുടെ
മനസ്സിലിരുന്ന ആ ചിന്തയിലേക്ക് എത്തപ്പെടാനുള്ള കാരണമൊക്കെ ഈ ടീച്ചർ തന്നെയാണ്. അപ്പം അങ്ങനൊരു ആത്മാവ് എന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം എപ്പോഴുള്ളൊരു വ്യക്തിത്വത്തെ ആ വ്യക്തി ഉള്ളപ്പോൾ തന്നെ ഈ ആദ്യം ടീച്ചറും കൂടെ ചേരുമ്പോഴാണ് ആ സാധനം എനിക്ക് ആ ബുക്കിലേക്ക് എത്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ടീച്ചറിനെ കുറിച്ച് ഒരുപാട് ഓർമ്മയുണ്ട്. ഒത്തിരി ഓർമ്മകൾ ഇങ്ങനെ ഷഫിൾ ചെയ്ത് കിടക്കുന്നതാണ് ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി. കാരണം ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് അത് ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ അത്തരത്തിൽ ലീഡ് ചെയ്ത് പോകും. കാര്യം ടീച്ചറിന് ക്ലാസ് മുറി ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ഒരു ലൈബ്രറിക്കകത്ത് ഇരിക്കുന്നതിന് തുല്യമാണ്. കാര്യം അത്രമാത്രം ജീവിതാനുഭവങ്ങൾ, അത്രമാത്രം കഥകൾ, അതിനെ അവതരിപ്പിക്കുന്ന രീതികൾ. ഞാനിപ്പോഴും എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ, ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റൈലിനെ മോഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് മുറി കയറുന്ന സമയത്തൊക്കെ ഞാൻ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആദ്യ ടീച്ചർ. ഞാൻ ആദ്യ ടീച്ചറിനെ പോലെ ആ രീതിയിലാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാര്യം കുട്ടികൾ ധാരാളം കേൾക്കും. ടീച്ചർ നല്ല കേൾവിക്കാരിയാണ്, അതുകൊണ്ടൊക്കെ ടീച്ചർ നല്ല വായനക്കാരിയാണ്, ടീച്ചർ നന്നായിട്ട് എഴുതുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു ഫുൾ പാക്കേജാണ് ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറിനെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ടീച്ചറിനെ കേട്ടി, കാരണം എനിക്ക് ഒരു കഥ, എൻ്റെ മനസ്സിലൊരു കഥ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ടീച്ചറിനോട് പറഞ്ഞാൽ മതി, ടീച്ചർ അതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മറ്റു തലങ്ങളെക്കുറിച്ചൊക്കെ ടീച്ചർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സംസാരം നമ്മൾ കേൾക്കുക, ആത്മാവ് കൊണ്ട് കേൾക്കുക എന്നുള്ള ഒറ്റ പ്രോസസ്സ് ചെയ്താൽ മാത്രം മതി, ഓൾറെഡി നമുക്കറിയാം. ഇപ്പോൾ ടീച്ചറിനെ വിഷ്ണു അഞ്ചൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു ഹിസ്റ്ററി എഴുതി കഴിഞ്ഞാൽ ആതിര ടീച്ചറിനെ ഒഴിച്ചു നിർത്തിയിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്തത്ര നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അധ്യാപിക എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം അവിരാമം സക്സസ് ആയിട്ട് മുന്നോട്ട് പോവാണ്. അടുത്ത നോവല് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറയാൻ? അടുത്ത നോവലിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എൻ്റെ 2 ഡ്രാഫ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബുക്കാണ് ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കാണ് ഞാൻ അവിരാമത്തിന് മുമ്പ് എഴുതാൻ വെച്ചിരുന്ന ബുക്ക് എന്ന് പറയുന്നത്. ആ ബുക്കിനെ മറികടക്കാൻ വേണ്ടിയാണ് ഈ ബുക്ക് എഴുതിയത്. ആ ബുക്ക് കുറച്ച് ഇപ്പം ഇതിനകത്ത് സ്ത്രീകളെ കുറിച്ചൊക്കെ, സ്ത്രീകളുടെ ഏറ്റവും അല്ലെങ്കിൽ സ്ത്രീപക്ഷ എഴുത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മനുഷ്യൻ്റെ വൈകാരികത അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞ എലമെൻ്റ് ആണെങ്കിൽ തീർത്തും വിഭിന്നമായ മറ്റൊരു ഭൂമികയാണ് ആ നോവലിനുള്ളത്. അത് പക്ഷേ ആദ്യം ഇറക്കാൻ എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തിയ ബുക്കാണത്. അങ്ങനെ ഒരു പരീക്ഷണം ആദ്യം തന്നെ എഴുതണോ എന്നൊരു പേടി എന്നിൽ ഉണ്ടാവുകയും ആ പേടിയെ മറികടക്കണം എന്നുള്ള ലക്ഷ്യമായിരുന്നു ആദ്യം ഞാനെന്നൊരു എഴുത്തുകാരൻ ഈ സമൂഹത്തിലുണ്ടെന്ന് എനിക്ക് അടയാളപ്പെടുത്തിയിട്ട് മതി അത്തരം ഒരു പരീക്ഷണത്തിലേക്ക് ഞാൻ പോകേണ്ടത്. ഞാനത് നന്നായിട്ട് ഭാഷയിൽ പണിയെടുക്കുന്നുണ്ട്. ആ ഒരു നോവലിന് വേണ്ടി നന്നായിട്ട് ഭാഷയിൽ പണിയെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനതിൽ നന്നായിട്ട് മനസ്സർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടൊക്കെ ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ഭയങ്കര അത് പേടി നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ കുറേ കാര്യത്തേക്ക് വളരെ വളരെ വിരളമായിട്ടുള്ള ആഴ്ചയിലോ മാസങ്ങളിലൊക്കെ ഒരു പോസ്റ്റായിപ്പോൾ ഞാൻ ഇടാറുള്ളൂ. കൂടുതലും ഇപ്പോൾ അതിന് വേണ്ടിയുള്ള വായനയോ അതിൻ്റെ എഴുത്തൊക്കെയാണ്. ഫൈനൽ ഡ്രാഫ്റ്റ് ഒരു 2-3 ആഴ്ചക്കുള്ളിൽ എൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആവും. അതിനുശേഷം അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെയ്യണം. അത് വീണ്ടും വർക്ക് ചെയ്യണം. കാര്യം അത് പറഞ്ഞു വയ്ക്കുന്ന കഥ കുറച്ച് വ്യത്യസ്തവും മാനവികപരമാണെന്നൊന്നും പറയൊക്കത്തില്ല. കഥ കുറച്ച് അങ്ങനൊരു കഥാതന്തു ഉണ്ടായ സമയത്ത് തന്നെ അതിങ്ങനെ മനസ്സിലിട്ട് പേര് നടക്കുകയാണ്. അത് എന്നെയും ക്ഷീണിതനാക്കിയിട്ടുണ്ട് ധാരാളം. അത് എന്നെ സംബന്ധിച്ചത് വായനക്കാരനെ ക്ഷീണിതനാക്കണം. വായനക്കാരനെ കുറച്ചെങ്കിലും മാനസികപരമായി ഡിസ്റ്റർബ്ഡ് ഉണ്ടാക്കണം. അത് വായിക്കുന്ന മനുഷ്യൻ അവൻ്റെ ഏതെങ്കിലും ഇടങ്ങളിൽ മുറിവേൽക്കപ്പെട്ടിരിക്കണം എന്നുള്ള വളരെ നിർബന്ധം എനിക്കുണ്ട്. കാര്യം എനിക്കൊരിക്കലും ഒരു വായനക്കാരനെ കംഫോർട്ടബിൾ ആക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല. എനിക്ക് കുറച്ചുകൂടെ വായനക്കാരനെ ഡിസ്റ്റർബ്ഡ് ആക്കുകയും അവൻ പിന്നീട് കഥ തുടർന്ന് പോവുകയും ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുള്ളത് എനിക്ക് PF മാത്യൂസ് കഥകളെ ആണ് എനിക്കതിൽ ഭയങ്കര. കാരണം മലയാളത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഭ്രമിപ്പിക്കുന്ന നോവലുകളെല്ലാം PF മാത്യൂസിൻ്റെയും KR മീരയുടെയാണ്. ഇപ്പോൾ രണ്ടുപേരെയും ചെറുകഥകളൊക്കെ എന്നെ ഭയങ്കര ഭ്രമിപ്പിക്കുന്നതാണ്. മാത്യു സാറിനെയാണ് ഞാൻ കൂടുതൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ. എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്ത മനുഷ്യൻ കൂടിയാണ്. മാത്യു സാറിലൂടെയാണ് ഞാൻ മേതിൽ രാധാകൃഷ്ണനെയൊക്കെ വായിച്ചു തുടങ്ങുന്നത്. മാത്യു സാർ ആദ്യമായിട്ട് എനിക്ക് മേതിൽ രാധാകൃഷ്ണൻ്റെ പുസ്തകം സമ്മാനമായിട്ട് നൽകുന്ന വ്യക്തിയും മാത്യു സാർ തന്നെയാണ്. അതിനുശേഷം കാഫ്ക കഥകളൊക്കെ വായിച്ചു പോകുന്നതും ശക്തമായൊരു വായന ഇപ്പോൾ എനിക്കുണ്ട്. മുമ്പുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചും കൂടെ എൻ്റെ എഴുത്തിനാവശ്യമായ വായന എന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇനി വരാൻ പോകുന്ന നോവല് അത്ര ഒരു നോവലാണ് വരാൻ പോകുന്നത്. അതിന് വല്ലാണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ അത് പുറത്തിറങ്ങുന്ന സമയത്താണ്. പക്ഷെ അത് അവിരാമത്തിന് ഇടയ്ക്ക് അവിരാമത്തെ പോലെ നോവൽ എഴുതാൻ, അവിരാമത്തെ പോലെ നോവലില്ല. അവിരാമമുണ്ട്, അവിരാമം അവസാനിച്ചു. അവിരാമത്തിന്റെ ഭൂമി വെച്ചിട്ടൊരു നോവലിനെ എഴുതത്തുമില്ല. അങ്ങനൊരു ഭൂമി വെച്ചിട്ടൊരു നോവലിനെ അങ്ങനെ കാഴ്ചപ്പാട് വെച്ച് നോവലിനെ എൻ്റെ ഭാഗത്ത് ഉണ്ടാവത്തില്ല. അങ്ങനെ ഉണ്ടായാൽ ഞാനെന്ന് എഴുത്തുകാരൻ പരാജയപ്പെട്ടു പോയെന്നർത്ഥം. തുടർച്ചകൾ ഉണ്ടാകുന്ന നോവലുകൾക്കെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇനി പറയാൻ പോകുന്ന കഥ വളരെ സീരിയസ് ആയിട്ട്, ഇത് സീരിയസ് അല്ലെന്നല്ല പറഞ്ഞത്, എന്നാലും വളരെ വലിയ സീരിയസ് ആയിട്ട് പറയുന്ന
ഒരുപക്ഷെ ആണധികാരത്തിൻ്റെയൊക്കെ ബിംബം കുറച്ച് ഉടയാൻ സാധ്യതയുള്ള, ആണധികാരങ്ങളാൽ ഞാൻ വേട്ടയിടപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയായിരുന്നു. അവിടെ ഒരിക്കലും സ്ത്രീയെ ഞാൻ ഈ രീതിയിൽ കൾട്ട് ചെയ്ത് വെക്കുന്നില്ല. പക്ഷേ അംഗീകരിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പൊതുബിംബത്തിനകത്ത്. ആ അംഗീകരിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് രണ്ടാമത്തെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതെന്നെ സംബന്ധിച്ച് എൻ്റെയും ഒരു പരീക്ഷണഘട്ടം തന്നെയാണ്. ആ നോവൽ സ്വീകരിക്കപ്പെടണം. അതിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ പറഞ്ഞേക്കുന്ന കഥയെ ഞാൻ ഭാഷാപരമായിട്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഭാഷയിൽ പണിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയാം. വിഷ്ണുവിൻ്റെ എല്ലാ എഫേർട്ടും സക്സസ് ആവട്ടെ. അടുത്ത നോവൽ ഇതിനേക്കാളും അവിരാമം പോയതിനേക്കാൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ. ഒരു വലിയ വായനാ സമൂഹം തന്നെ വിഷ്ണുവിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത്രയും മനോഹരമായ ഒരു സെഷൻ കൈകാര്യം ചെയ്തതിന് അതിലൂടെ നന്ദി പറയാം. താങ്ക് യു.